എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നാടൻ വെണ്ടയ്ക്ക തീയലിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. ഇപ്പോൾ പാൻ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിയും ഒരു 2-3 വറ്റൽമുളകും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പം നമുക്ക് മുളകിട്ട് കൊടുത്തു കഴിഞ്ഞ് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് കരിയാണ്ട് വേണം ഇളക്കി കൊടുക്കാൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കയ്പ്പ് ടേസ്റ്റ് വരും നമ്മുടെ തീയലിന്. അപ്പോൾ ഇത് 2 രീതിയിൽ നമുക്ക് തീയൽ വെക്കാം. ഒന്നുകിൽ ഇങ്ങനെ മുളകും മല്ലിയും സെപ്പറേറ്റ് വറുത്തിട്ട് പിന്നെ തേങ്ങ വറുത്ത് ചേർത്ത് അങ്ങനെ അരച്ചെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ആദ്യം തേങ്ങ വറുത്തിട്ട് പിന്നെ അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് ചേർത്ത് അങ്ങനെയും ചെയ്ത് കൊടുക്കാം, അരച്ചെടുക്കാം. അപ്പം ഞാനിവിടെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അരമുറി തേങ്ങയാണ് ഇതിനെടുത്തിരിക്കുന്നത്. നമുക്കിത് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതൊരു ബ്രൗൺ നിറമാകുന്നിടം വരെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. അപ്പം നമുക്കിതിനകത്ത് കരിയാപ്പില ഇട്ട് കൊടുക്കുക ഈ സമയത്ത്. പിന്നെ ഇതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് റോസ്റ്റ് ചെയ്ത് ഈ കൂട്ടത്തിൽ എടുക്കുന്നവരുണ്ട്. അപ്പം ഞാനിതിലേക്ക് ഉള്ളി ചേർക്കുന്നില്ല. അപ്പം നമുക്ക് ഈ തീയൽ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട, ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇത് മാത്രം മതി. അപ്പോൾ ഞാൻ അല്പം ഉപ്പും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടും തേങ്ങ. തീയൽ നമുക്ക് പല രീതിയിൽ ചെയ്യാം. തേങ്ങ കിഴങ്ങ് തീയൽ വെക്കാം, തക്കാളിയുടെ തീയൽ വെക്കാം. ഏത് തീയൽ വേണമെങ്കിലും നമുക്ക് ഈ മെത്തേഡ് വെച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ തേങ്ങ ഏകദേശം കളർ മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്തിനാണ് ഒഴിക്കുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് എണ്ണ തെളിഞ്ഞ് വരും. തേങ്ങയ്ക്കകത്തുള്ള എണ്ണയൊക്കെ പെട്ടെന്ന് തെളിയാൻ വേണ്ടിയാണ് നമ്മൾ അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കൈ എടുക്കാതെ തന്നെ ഇത് ഇളക്കി കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഇത് അടിക്ക് പിടിക്കുമേ. തേങ്ങയുടെ നല്ല റോസ്റ്റായതിൻ്റെ മണമൊക്കെ നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ നല്ല രീതിയിൽ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മൂത്താൽ മതി, കണ്ടോ. അപ്പോൾ തേങ്ങ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൻ്റെ എണ്ണ ഇറങ്ങി വന്നിട്ടുണ്ട് തേങ്ങയിൽ നിന്ന്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് തേങ്ങ എടുക്കാൻ. പിന്നെ അത് കഴിഞ്ഞ് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. അപ്പം മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കുന്നവർക്ക് ഈ സമയത്ത് വേണം ഇതിലേക്ക് തേങ്ങയിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാൻ. എന്നിട്ടത് കരിയാതെ ഇളക്കി കൊടുത്ത് പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ആക്കുക. അല്ലെങ്കിൽ പാത്രത്തിൽ തന്നെ ഇരുന്ന് അത് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മളൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിവിടെ ഇരുന്നൊന്ന് തണുക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കണം.
അപ്പോൾ അന്നേരം തന്നെ നമുക്ക് പുളി പിഴിഞ്ഞ് വെക്കാൻ വേണ്ടി ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചൂടുവെള്ളത്തിലോ പച്ചവെള്ളത്തിലോ ഇട്ട് ഒന്ന് കുതിരാൻ വെക്കാം. അപ്പോൾ ഞാനിവിടെ പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. അപ്പം വെണ്ടയ്ക്കയിൽ വെള്ളമില്ലാതെ വേണം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കും, ഒത്തിരി വെള്ളം പൊട്ടിത്തെറിക്കും. അപ്പോൾ വെള്ളം ഇല്ലാണ്ട് ഇതിട്ട് കൊടുക്കുക. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു വഴുവഴുപ്പുണ്ടല്ലോ, വെണ്ടയ്ക്കയ്ക്ക് ഒരു വഴുവഴുപ്പുണ്ട്, അത് മാറുന്നിടം വരെ നമുക്ക് എണ്ണയ്ക്കകത്തത് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 15 വെണ്ടയ്ക്ക കാണും. 15 വെണ്ടയ്ക്കയ്ക്കാണ് ഞാൻ അരമുറി തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു വഴുവഴുപ്പ് കണ്ട നൂല് പോലെ അതൊന്ന് മാറി കിട്ടുന്നിടം വരെ ഇളക്കി കൊടുക്കണം. അതിൻ്റെ കളറ് ജസ്റ്റ് ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ചുമന്നുള്ളി ചേർക്കുന്നവർ ഈ സമയത്ത് ചുമന്നുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ചുമന്നുള്ളി ചേർക്കുന്നില്ല, പകരം സവോളയാണ് ചേർക്കുന്നത്. അപ്പോൾ അതിൻ്റെ വഴുവഴുപ്പൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് 2 പച്ചമുളകും ഒരു 3 ചെറിയ സവോളയും പിന്നെ ആവശ്യമുള്ളവർക്ക് മാത്രം ഒരല്ലി വെളുത്തുള്ളിയും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഷ്ടമല്ലാത്തവർ ചേർക്കണ്ട. വെളുത്തുള്ളി ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ വെണ്ടയ്ക്കയിലും കൂടെ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പം അതിലേക്ക് ഉപ്പ് നല്ലതായിട്ട് പിടിക്കും. അപ്പോൾ നമ്മൾ തേങ്ങയ്ക്കകത്ത് അല്പം ചേർത്തിട്ടുണ്ട്, വെണ്ടയ്ക്കയിലും അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് കറിക്കകത്ത് പിന്നെ ഉപ്പ് ചേർത്താൽ മതി. അപ്പോൾ ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാമേ. അപ്പോൾ നമ്മൾ പുളിവെള്ളം ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ. ആ പുളിയുടെ ആ പച്ച ചുവയൊന്ന് മാറുന്നിടം വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കായും പുളിയും ഒക്കെ നല്ലതായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങ വറുത്ത ഒന്ന് അരച്ചെടുക്കണം. അതിന് ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മല്ലിയും മുളകും തേങ്ങയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് ഇതാദ്യം ഒന്ന് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം. അത് കഴിഞ്ഞ് അല്പം വെള്ളം ചേർത്ത് അരച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് അല്പം വെള്ളം കൂടെ ചേർത്ത് നമുക്കൊന്നുകൂടെ ഇത് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുത്ത പേസ്റ്റ് ഞാൻ ഈ വെണ്ടയ്ക്കയിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വെള്ളം വേണം, കട്ടി എത്ര വേണം, അതിനനുസരിച്ച് വേണം വെള്ളം ചേർക്കാൻ. സാധാരണ തീയലെന്ന് പറയുന്നത് അല്പം കുറുകിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ അധികം വെള്ളം ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തോണം.
അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ നന്നായിട്ട് നല്ല ഇതിൽ വന്നിട്ടുണ്ട്. നല്ലതായിട്ടൊന്ന് തിളയ്ക്കണം. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്കൊന്ന് കടുക് താളിച്ചൊഴിക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 2-3 മണി ഉലുവായും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒത്തിരി ഇട്ട് കൊടുക്കരുത്. ഇട്ട് കൊടുത്താൽ കഴിക്കുമേ കറി. ഇതിലേക്ക് നമുക്കിനിയും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നാടൻ രീതിയിലുള്ള വെണ്ടയ്ക്ക തീയൽ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് തീർച്ചയായിട്ടും അയയ്ക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നോക്കിയേ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള വെണ്ടയ്ക്ക തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ കണ്ടോ. ഇപ്പം വേറെ ഒന്നും വേണ്ട. ഇനി ചോറ് കഴിക്കാൻ ഈ ഒരു വെണ്ടയ്ക്ക തീയൽ മാത്രം മതി. അപ്പം വേറൊരു വീഡിയോയുമായി വരാം. ദെൻ ബൈ.